നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. പമ്പയിലെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഒല്ലൂർ സെന്റർ വികസനം ഭൂമി ഏറ്റെടുക്കുന്നതിനായി 55.17 കോടി രൂപ അനുവദിച്ചു. അരിപ്പ ഭൂസമരക്കാരുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി. ക്രിസ്മസ് പുഞ്ചിരികളാൽ നിറയ്ക്കാൻ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ BA സാന്റ. കണ്ണങ്കാട്ട് കടവ് പാലം യാഥാർത്ഥ്യമാകുന്നു. ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറി. സംസ്ഥാനത്ത് ആദ്യമായി കളക്ട്രേറ്റിൽ ഒരു വനിതാ ഡഫേദാരെ നിയമിച്ചു. രാജ്യാന്തര പവർ ലിഫ്റ്റിംഗ് താരമായ ശ്രീമതി സിജിയാണ് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പുതിയ ഡഫേദാരായി ചരിത്രത്തിൽ ഇടം നേടിയത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള അടിയന്തരഘട്ട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സാങ്കേതിക സഹായത്തോടെയും പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്റർ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അനുവർത്തിച്ചു വരുന്ന ഏറ്റവും സുശക്തവും നൂതനവുമായ സംവിധാനമാണ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ശബരിമല ഭരണ സംബന്ധമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് മേധാവികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നതാണ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ കാതലായ ഉദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം, പത്തനംതിട്ട കളക്ട്രേറ്റ്, തിരുവനന്തപുരം സ്റ്റേറ്റ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലെ കൺട്രോൾ റൂമുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തിക്കുക. വിവിധങ്ങളായ ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കൺട്രോൾ റൂമുകളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ചേർന്ന അവലോകന യോഗം ചർച്ച ചെയ്തു. ശബരിമല തീർത്ഥാടകർക്ക് എരുമേലി ചെറിയമ്പലത്തിന് സമീപം ഭവന നിർമ്മാണ ബോർഡ് നടപ്പാക്കുന്ന വാഹന പാർക്കിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഒല്ലൂർ സെന്റർ വികസനത്തിന് 55.17 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശൂർ മുതൽ പാലിയേക്കര ദേശീയപാത വരെയുള്ള സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഒല്ലൂർ സെന്റർ. ജംഗ്ഷനിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനാണ് ഈ തുക വിനിയോഗിക്കുക. കഴിഞ്ഞ ബഡ്ജറ്റിൽ ജംഗ്ഷൻ വികസനത്തിന് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 20 ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്ന പദ്ധതിയിലും ഒല്ലൂർ ജംഗ്ഷനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നാറ്റ്പാക് പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുപ്രകാരം തൃശൂർ, തലോർ, നടത്തറ, ചേർപ്പ്, എടക്കുന്നി എന്നീ 5 ഭാഗങ്ങളിലേക്ക് തിരിയുന്ന റോഡ് വികസനമാണ് പദ്ധതിയിലുള്ളത്. പദ്ധതിക്ക് 150 സെന്റ് സ്ഥലം ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്നും വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ വ്യാപാരികൾ, ഭൂ ഉടമകൾ, കച്ചവടക്കാർ എന്നിവരുമായി നടപടികൾ തുടങ്ങും മുൻപേ തന്നെ സമവായ ചർച്ചകൾ നടത്തും. സ്ഥലം, സ്ഥാപനങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്നവർക്ക് അളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലെ അരിപ്പ ഭൂസമരക്കാരുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി. എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ അർഹതപ്പെട്ട ആളുകളുടെ അന്തിമ പട്ടിക സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. എത്രയും വേഗത്തിൽ അരിപ്പയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകാൻ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ബഹുജന സഹകരണ പ്രവർത്തനമാണ് BA സാന്റ. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ജില്ലയിലെ സർക്കാർ ചിൽഡ്രൻസ് ഹോമുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിച്ച സമ്മാനങ്ങൾ പബ്ലിക് വിഷ് ലിസ്റ്റായി ഇടുകയും കേരളത്തിനകത്തും പുറത്തും നിന്നുമായി സുമനസ്സുകൾ ഈ സമ്മാനങ്ങൾ വാങ്ങി അയക്കുകയും ചെയ്തു. 2 വർഷത്തെ വിജയകരമായ പ്രവർത്തനത്തെ തുടർന്ന് ഈ ക്രിസ്മസ് കാലവും
പുഞ്ചിരികൾ നിറയ്ക്കുവാനായി BA സാന്റ 3ാം ഘട്ട പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പമുള്ള ആമസോൺ വിഷ് ലിസ്റ്റിൽ നിന്ന് കുട്ടികൾ തന്നെ ആഗ്രഹം പറഞ്ഞ സമ്മാനങ്ങൾ വാങ്ങി തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഏൽപ്പിക്കാവുന്നതാണ്. ഈ സമ്മാനങ്ങൾ വരുന്ന ക്രിസ്മസിന് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് ജില്ലാ കളക്ടർ കൈമാറും. സമ്മാനങ്ങൾ അയക്കേണ്ട വിലാസം: അനുകുമാരി IAS, ഡിസ്ട്രിക്ട് കളക്ടർ, കളക്ടറേറ്റ്, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം, കേരള, ഇന്ത്യ 695043. കണ്ണങ്കാട്ട് കടവ് പാലം നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയവർക്കുള്ള പുനരധിവാസ പുനഃസ്ഥാപന പാക്കേജ് ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാര തുക വിതരണം തുടങ്ങി. കൊല്ലം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കോവൂർ കുഞ്ഞുമോൻ MLA അവാർഡ് തുക അനുവദിച്ച രേഖ ഗുണഭോക്താക്കൾക്ക് കൈമാറി. മൺട്രോത്തുരുത്ത് പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കല്ലടയാറിനു കുറുകെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലത്തിന്റെയും അനുബന്ധ റോഡുകളുടെയും ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തൊഴിലും നഷ്ടപ്പെടുന്നവർക്കുള്ള തുകയാണ് നൽകിയത്. മൺട്രോത്തുരുത്ത് വില്ലേജിൽ നിന്നും 42.68 ആഴ്സും പടിഞ്ഞാറെ കല്ലട വില്ലേജിൽ നിന്നും 11.87 ആഴ്സും ഉൾപ്പെടെ 54.55 ആഴ്സ് ഭൂമിയാണ് ഏറ്റെടുത്തത്. 4,41,68,598 രൂപയ്ക്കുള്ള 84 അവാർഡുകളാണ് വിതരണം ചെയ്തത്. കൊല്ലം, കുന്നത്തൂർ താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മൺട്രോത്തുരുത്തിലേക്കുള്ള ഗതാഗത സൗകര്യം വർദ്ധിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞു. കൊന്നേൽക്കടവ് പാലം നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നതായി MLA അറിയിച്ചു. പരിപാടിയിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ് അധ്യക്ഷനായി. അതിജീവനത്തിന്റെ ഓർമ്മ പുതുക്കി തെരഞ്ഞെടുപ്പു ദിനം. വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ച് മാതൃകയായി ജില്ലാ ഭരണകൂടവും സ്വീപ് ടീമും മേപ്പാടി GHSSലെ 168 നമ്പർ ബൂത്തിലും നീലിക്കാപ്പിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ പാരിഷ് ഹാളിൽ സജ്ജീകരിച്ച 167, 169 ബൂത്തുകളിലുമാണ് ദുരന്തബാധിതർ സമ്മതിദാനാവകാശം നിർവഹിച്ചത്. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർക്കാണ് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയത്. പുനരധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർക്ക് ബൂത്തുകളിൽ എത്താനും തിരികെ പോകാനുമായി സൗജന്യ വാഹന സൗകര്യവും സജ്ജമാക്കി. ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച വോട്ട് വണ്ടി എന്നു പേരുള്ള പ്രത്യേക ബസ്സുകളിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വോട്ടർമാർ എത്തിയത്. KSRTCയുമായി സഹകരിച്ചാണ് ദുരന്തബാധിതർക്ക് യാത്രാ സൗകര്യം ഒരുക്കിയത്. പ്രകൃതി ദുരന്തം പല ഭാഗത്തേക്കായി ചിതറിച്ചു കളഞ്ഞ മനുഷ്യർ തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടിൽ ഒരിക്കൽ കൂടി ഒത്തുചേർന്നപ്പോൾ അവരെ പൂക്കളും സമ്മാനങ്ങളും നൽകി ജില്ലാ ഭരണകൂടവും സ്വീപ് ടീമും വരവേറ്റു. നടക്കുന്ന ദുരിതങ്ങൾക്ക് ശേഷം പഴയ അയൽക്കാർ കണ്ടുമുട്ടിയപ്പോൾ വികാരഭരിതമായ രംഗങ്ങൾക്കും ബൂത്തുകൾ സാക്ഷ്യം വഹിച്ചു. ശിശുദിനത്തിൽ ചിന്ന ചിന്ന ആസൈ പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം. ഇടുക്കി ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലുള്ള 1000-ലധികം കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ ചിന്ന ചിന്ന ആസൈ പദ്ധതിയുമായി ജില്ലാ ഭരണകൂടം. ശിശുദിനത്തോടനുബന്ധിച്ച് 18 വയസ്സുവരെയുള്ള 1084 കുട്ടികൾക്ക് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സമ്മാനങ്ങൾ നൽകുന്നതാണ് പദ്ധതി. വിവിധ കാരണങ്ങൾ കൊണ്ട് ഇടുക്കിയിലെ 43 ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ കഴിയുന്ന 644 പെൺകുട്ടികളുടെയും 444 ആൺകുട്ടികളുടെയും ചെറിയ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനായാണ് ജില്ലാ ഭരണകൂടം പദ്ധതി ഒരുക്കിയത്. ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾ പേര് ഉൾപ്പെടുത്താതെ പ്രദർശിപ്പിച്ചു. സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റിലൂടെ അതിനായി അവസരമൊരുക്കി. സമ്മാനങ്ങൾ ശിശു സംരക്ഷണ സമിതി നിശ്ചയിക്കുന്ന സമയത്ത് നേരിട്ട് കൈമാറുന്നതിനും കുട്ടിയുടെ ID നമ്പർ രേഖപ്പെടുത്തി ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്ക് കൊറിയർ അയക്കുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു. കുട്ടികൾ ആവശ്യപ്പെട്ട എല്ലാ സമ്മാനങ്ങളും ഇത്തരത്തിൽ ശേഖരിക്കാൻ സാധിച്ചു. ഇനിയും ചൈൽഡ് ഹോമുകൾക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് കളക്ടറേറ്റിലും 5 താലൂക്ക് ഓഫീസുകളിലും സജ്ജീകരിച്ചിരിക്കുന്ന കൺട്രോൾ റൂമുകളിൽ അവ എത്തിച്ചു നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് ആദ്യമായി കളക്ടറേറ്റിൽ ഒരു വനിതാ ഡഫേദാരെ നിയമിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ഡഫേദാർ ചുമതലയേൽക്കുന്നത്. രാജ്യാന്തര പവർ ലിഫ്റ്റിംഗ് താരമായ ശ്രീമതി സിജിയാണ് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പുതിയ ഡഫേദാരായി ചരിത്രത്തിൽ ഇടം നേടിയത്. 1996-2001 കാലയളവിൽ 56 കിലോഗ്രാം വിഭാഗത്തിൽ പവർ ലിഫ്റ്റിംഗ് ഇനത്തിൽ രാജ്യാന്തര മത്സരങ്ങളിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ച ശ്രീമതി സിജി 20 വർഷത്തോളമായി ആലപ്പുഴ
ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഓഫീസ് അറ്റൻഡന്റ് ആയി ജോലി ചെയ്യുകയായിരുന്നു. കായിക രംഗത്ത് വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ശ്രീമതി സിജി ആലപ്പുഴ ചെത്തി സ്വദേശിയാണ്. ജോസഫ് പി അറക്കലാണ് ഭർത്താവ്. വർണ്ണന, വിസ്മയ എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.